വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഉയരയിൽ പല വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു അവധിക്കാലം നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ അവധിക്കാലത്തെ എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം, അല്ലെങ്കിൽ നമുക്കതിന് ഏറ്റവും ഒരു സർപ്ലസ് അനുഭവം ഉണ്ടാക്കാനായിട്ട് എങ്ങനെയൊക്കെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയാമെന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉയരെയാണ് ഇന്നത്തേത്. അപ്പം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റിലർ ഇവന്റ്സ് ആൻഡ് ട്രെയിനിങ്സ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം അവധിക്കാലമാണ്, കുട്ടികൾക്ക് തന്നെ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേരൻസിന് വേറൊരു പ്ലാനിങ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു സംഭവത്തിലൂടെ ആയിരിക്കും കടന്നു വന്നത്. കുട്ടികൾക്ക് ചില്ല് ചെയ്യണം, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അവധിക്കാലത്ത് അവിടെ പോകണം. അതിനോടൊപ്പം തന്നെ അവർക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ തന്നെ മാറ്റിമറിക്കുന്ന, അവരെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു 2 മാസക്കാലത്തൂടെയാണ് കുട്ടികൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. അപ്പം അതിനെ ഏറ്റവും ക്രിയാത്മകമായിട്ട്, ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ട് എങ്ങനെയാക്കി മാറ്റാം എന്നുള്ളത് കുട്ടികളും മാതാപിതാക്കളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. എന്തായാലും സാറ് തയ്യാറാണ്? സാറിനുള്ള ചോദ്യങ്ങൾ ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത് വീടുകളിലായിരിക്കും, മാതാപിതാക്കളോടൊപ്പം ആയിരിക്കും. അപ്പം വീടുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഉയരെ സ്റ്റാർട്ട് ചെയ്യാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്നതെങ്കിൽ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് മാതാപിതാക്കളാണ്. അന്നേരം മാതാപിതാക്കൾക്ക് തങ്ങളുടെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. ആ അവധിക്കാലത്ത് കുട്ടികൾക്ക് അവരുടെ ഡ്രീം, അവരുടെ സ്വപ്നങ്ങൾ ഒക്കെ പൂവണിയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ വീട്ടിൽ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചോറന്തി, അല്ലെങ്കിൽ പാൻറ്റന്തി, ഷർട്ടന്തി എന്ന് ചോദിച്ച് എല്ലാം ഡിമാൻഡ് അമ്മ എന്തി എന്ന് ചോദിച്ച് എല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് നിന്ന് ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ അമ്മയെ സഹായിക്കാൻ, അച്ഛനെ സഹായിക്കാനൊക്കെ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട. പ്രത്യേകിച്ച് ഇന്ന് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പാചകം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അന്നേരത്തേക്ക് അതിനായിട്ടുള്ള ചെറിയ അമ്മ ഒരു സിലബസ് ഇല്ലെങ്കിൽ തന്നെയും കുട്ടികളെ, എൻ്റെ മക്കളെ ഏത് ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിലാണെങ്കിലും 4ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും ഏത് ക്ലാസ്സിൽ, അവർക്ക് ബേസിക്കായിട്ട് ഒരു ചായ അനത്തിൻ്റെ, ഒരു കാപ്പി അനത്തിൻ്റെ, അല്ലെ അത്യാവശ്യം ജീവിച്ചു പോകാനായിട്ടുള്ള ഏത് ചുറ്റുപാടിലാണെങ്കിലും ജീവിച്ചു പോകാൻ തക്ക രീതിയിൽ അവരെ ഒരു പാചകത്തിന് തയ്യാറാക്കുന്ന ഒരു പഠനം, ഒരു പരിശീലനം കൊടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവരെ ഇൻവോൾവ് ആക്കുക. ഒന്ന് വൃത്തിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും, എല്ലാം ഒന്ന് അടുക്കും ചിട്ടയോടുകൂടെ ഓർഡറിലാക്കുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഈ മക്കളുടെ സഹായം തരാം. അവരെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കാനായിട്ട് ഈ സമയത്ത് ചിലപ്പം കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ജോലിയെപ്പറ്റി അറിയില്ല. ഈ അവധിക്കാലത്ത് അപ്പൻ ചെയ്യുന്ന ഫാക്ടറി ആണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഒരു ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവിടുത്തെ സന്തോഷമൊക്കെ മകനെയും മകളെയും ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ സ്കൂള്, ഇതാണ് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് റൂം, ഇതൊക്കെ ഒന്ന് പറയുന്നത് അന്നേരം അവർക്ക് കുറച്ചുകൂടെ അച്ഛനെ ഒന്ന് അടുത്തറിയാൻ, അമ്മയെ ഒന്ന് അടുത്തറിയാനൊക്കെ അവസരം കിട്ടും. അതോടൊപ്പം തന്നെ അവരോടൊപ്പം യാത്ര ചെയ്യാൻ, ഈ അവധിക്കാലം ഒരു ഉല്ലാസയാത്രയ്ക്കുള്ള ഒരു അവസരം ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തോ ജോ പറയാനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനായിട്ട് നമ്മൾ ഉല്ലാസയാത്ര അല്ലെങ്കിൽ അവധിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പം ഒന്നെങ്കിൽ മൂന്നാർ പോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയങ്കര വിസ്മയമായുള്ള കാഴ്ചകൾ തരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക എന്നുള്ളത്. പക്ഷേ ഇത്രയും ചെറിയ വിസിറ്റ്സ് പോലും, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി സ്ഥലങ്ങളിൽ പോയിക്ക് പോവുക എന്ന് പറഞ്ഞത് പോലും കുട്ടികളിൽ ഭയങ്കര ഉത്സാഹം ജനിപ്പിക്കുന്നതാണ്. അവർക്കതൊരു, ഇപ്പോൾ സാറ് പറഞ്ഞൊരു മെൻ്റൽ കണക്ഷൻ, ഇതെന്തായാലും പുതിയൊരു ഇൻസൈറ്റ് ആയിരുന്നു അത്. അതോടൊപ്പം തന്നെ ഈ ജോ പറഞ്ഞതുപോലെ ഈ വിസിറ്റിൻ്റെ സമയത്ത് മുത്തച്ഛനെ കാണാൻ, അപ്പച്ചനെ കാണാൻ, അമ്മച്ചിയെ കാണാൻ, ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ദൃഢകരമാക്കാൻ, അവരുടെ വീടുകളിൽ ഒക്കെ പോകാനൊക്കെയുള്ള ഒരു താല്പര്യം ഈ സമയത്ത് എടുക്കുന്നതല്ലാണ്. ഈ ദൂര സ്ഥലങ്ങളിൽ പോകുന്നതിന് അപ്പുറമായിട്ട് ഊടുവഴികൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും, നമ്മുടെ നാട്ടിൻപുറത്തെ ആ ഒരു സൗന്ദര്യമൊക്കെ മനസ്സിലാക്കാനൊക്കെ
ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് എങ്ങനെ ഈ കിട്ടുന്ന 2 മാസം യൂസ്ഫുൾ ആയിട്ട് ബെനഫിഷ്യൽ ആയിട്ട് ആക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാരൻ പറഞ്ഞ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, ചെറിയ ചെറിയ ജോലികൾ, അതുപോലെ തന്നെ പാചകം ചെയ്യാനുള്ള ഒരു പ്രേരണ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയുമായിട്ടുള്ള ഒരു കണക്ഷൻ കുറച്ചും കൂടെ ഒന്ന് അവരെന്താണ് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള കുറച്ച് പരിപാടികളൊക്കെ, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക, ബന്ധങ്ങളെ ഒന്നും കൂടെ ദൃഢമാക്കാനായിട്ട് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോകുക, അങ്ങനത്തെ ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഈ ഒരു അവധിക്കാലത്ത് അവർക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും, അതുപോലെ തന്നെ അവർക്ക് ഭാവിയിൽ അവരുടെ ഒരു സ്വഭാവത്തെ തന്നെ രൂപാന്തരം വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അതും കൂടെയൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് തോമസ് സാർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സോ പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം, ഇനിയും കാര്യങ്ങൾ ഒരുപാടുണ്ട് അറിയാനായിട്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ സാധാരണഗതിയിൽ കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ കോഴ്സുകൾക്കൊക്കെ അപ്പുറം ഒരു വ്യക്തിയെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് ഓരോ പഠനങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലൊരു പഠനമാണ്, പഠന കളരിയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവധിക്കാലം അടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ അവധിക്കാലത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റിലർ ഈവൻറ്റ്സ് ആൻഡ് ട്രെയിനിങ്സ്. സാർ, നമ്മളിങ്ങനെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ബെനഫിറ്റ് ആയിട്ട് മാറുന്ന അവരുടെ സ്വഭാവത്തെ തന്നെ നമുക്കൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സാറ് പറഞ്ഞൊരു കാര്യമാണ് ബന്ധങ്ങളെ ഒന്ന് ദൃഢമാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ പലർക്കും കുട്ടികൾക്കാണെങ്കിലും ഇപ്പം പൊതുവേ കുട്ടികൾ തമാശയ്ക്കാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സ്വയം മാറുന്നുണ്ട്. പക്ഷെ അവർ ചിലപ്പം ഇൻട്രോവേർട്ട് ആയിരിക്കത്തില്ല, പക്ഷേ അവർക്ക് ആരോടും സംസാരിക്കാനായിട്ട് താല്പര്യം, ഒരു വിമുഖത പലരിലും കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. പബ്ലിക്കിനോട് വേണ്ട, ആ സമയം കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ ആയിട്ട് ഇരിക്കാനായിട്ടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത്. അപ്പം അവർക്ക് കുറച്ചും കൂടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വളർത്താനായിട്ട് ഈ അവധിക്കാലം എങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാം? പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഈ കളിക്കാൻ ഇഷ്ടമില്ല, കളി കാണാനായിട്ട് നമ്മൾ താല്പര്യമുള്ള ഒരു ജനതയാണ് കുട്ടികൾ. ഇപ്പോൾ തനിച്ച് മൊബൈലിലിരിക്കുക, ആളുകളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ മാതാപിതാക്കൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യം തങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളെ ഒന്ന് മനസ്സിലാക്കാനും, പലപ്പോഴും ദൂരെയുള്ള സെലിബ്രിറ്റീസിൻ്റെ ബർത്ത്ഡേ നമുക്കറിയാം, പക്ഷേ അയലോക്കത്തുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ആളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങളോ നമുക്കറിയില്ല. അന്നേരം നമ്മുടെ അയൽവക്കമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ ഒരു പക്ഷേ മാതാപിതാക്കൾ കൊച്ചു കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ അടുത്തുള്ള കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒന്നിച്ച് പറമ്പിൽ ഒന്നിച്ച് കളിക്കാൻ, അവർ ഒന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ബോധപൂർവ്വം ഒരുക്കി കൊടുക്കണം. ഒരുപക്ഷെ എല്ലാവരും ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുന്നതാവാം, അവർക്ക് വേണ്ടി എന്തെങ്കിലും സെലിബ്രേഷൻ വീട്ടിൽ വെച്ച് നടത്തുന്നതാണോ. അങ്ങനെയാണ് കുട്ടികളിൽ എൻ്റെ മകനെ ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ അമ്മ അച്ഛൻ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്നറിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു പേരൻസിനോടൊക്കെ ഒരു താല്പര്യം വരാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ നമ്മളറിയാം ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പലതും കൊടുക്കുന്ന പോലെ തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചുറ്റുപാടുകളിൽ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു 14-ാം വാർഡ് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അതോടൊപ്പം അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളുടെ അഗതി മന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് കഴിയുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ കാണാനും സംസാരിക്കാനും ഒക്കെ എത്രമാത്രം താല്പര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എത്രയോ ഈശ്വരൻ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അത്രയും അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എത്രയോ ബ്ലസ്സഡ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ചുറ്റുപാടുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാനായിട്ടുള്ള അവസരം കുട്ടികൾ ബോധപൂർവം ഉണ്ടാക്കുകയും വേണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ബോധപൂർവം അങ്ങനെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ചെറിയ ചെറിയ സംഘടനകളാവാം, കുട്ടികളുടെ ബാലസഖ്യമോ ബാലജനസഖ്യമോ അതോടൊപ്പം തന്നെ ഒത്തുചേരലുള്ള ക്ലബ്ബുകളോ ഒക്കെ രൂപീകരിക്കാൻ മാതാപിതാക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കണം.
ഓക്കെ ഓക്കെ. അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു കാര്യം അല്ലേ, പണ്ട് എന്നൊക്കെ നമ്മൾ കഥ പറയുന്ന പോലെ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സാറ് പറഞ്ഞ ബാലജന സഖ്യം. അതൊക്കെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ കാണുന്നേ ഇല്ല. ഇപ്പം ഓണത്തിനാണെങ്കിലും പണ്ട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, ക്ലബ്ബുകൾ നടത്തുന്ന ഒരു ഓണപ്പരിപാടി, അതിൽ നമ്മൾ ചെല്ലുന്നു. ബർത്ത്ഡേസിലൊക്കെ ആണെങ്കിലും നമ്മൾ അയൽവക്കത്തുള്ള കുട്ടികളെ വിളിച്ച് അവർക്ക് പായസം വെച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ളതൊക്കെ ഇപ്പം ചില സ്ഥലങ്ങളിലുണ്ട്, അന്യം നിന്ന് പോയിട്ടില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്കും അങ്ങനെ ഒരു എന്താ കൊണ്ടും കൊടുത്തും ശീലിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് അവരുടെ സ്വഭാവത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ സ്വഭാവത്തെ കുറച്ചൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് പറ്റുന്ന, അവർ ഒരു വ്യക്തി എന്ന നിലയിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, ചൊല്ലിക്കൊടുക്കാനായിട്ട് സാധിക്കും, പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, കാണിച്ചു കൊടുക്കാം. അതിനൊക്കെ ഒരു കാര്യങ്ങളാണ് സാറ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം നമുക്ക് പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റേഴ്സ് ഈവൻറ്റ്സ് ആൻഡ് ട്രെയിനിങ്. സോ നമ്മൾ ഇന്ന് കുട്ടികൾക്ക് അവധിക്കാലം എങ്ങനെ ക്രിയാത്മകമാക്കി മാറ്റാം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അവരിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വളർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പണ്ട് മുതലേ ശീലിച്ച് വരുന്ന ഇക്കാര്യങ്ങളൊക്കെ ശീലിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും. അത് വളരുക തന്നെ ചെയ്യുമെന്ന് സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനോടനുബന്ധിച്ച് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം ചില മാതാപിതാക്കൾ ചില ശീലങ്ങൾ ചിലപ്പോൾ ഈ അവധിക്കാലത്ത് പഠിപ്പിക്കും. രാവിലെ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇത്ര നേരം പഠിക്കണം, അല്ലെങ്കിൽ ഇത്ര നേരം വായിക്കണം എന്നുള്ള ശീലങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലാണെങ്കിൽ നമുക്കൊരു 10 മാസം നമ്മളൊരു ടൈം ടേബിളിലാണ് പോകുന്നത്. രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, ഇപ്പോൾ ബസ് വരും, അല്ലെങ്കിൽ ഇന്ന ബസ്സിന് പോകുന്നു, ഉച്ചയ്ക്ക് ഇന്ന സമയത്ത് കഴിക്കുന്നു. അപ്പോൾ അത് തന്നെ നമ്മൾ വീട്ടിലും ഫോളോ ചെയ്യണം. വീട്ടിലും ഞങ്ങൾക്ക് 10 മാസം കിട്ടുന്നില്ല, ഇതിനി ഇവിടെയും ടൈം ടേബിളോ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് ഉയരാം. പക്ഷേ അങ്ങനെ ഒരു ടൈം ടേബിൾ വേണമെങ്കിൽ അത് എങ്ങനെയാവാം? നമ്മൾ സ്കൂളിലാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം ടേബിള് അധ്യാപകരും അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റും തയ്യാറാക്കുന്ന ഒരു ടൈം ടേബിളാണ്. ഫസ്റ്റ് അവർ ഇന്നാണ്, സെക്കൻഡ്. പക്ഷേ വീട്ടിലെ ടൈം ടേബിൾ ഈ അവധിക്കാലത്ത് അങ്ങനെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് കുട്ടികൾ തന്നെ തയ്യാറാവട്ടെ. എത്ര മണിക്കാണ് എഴുന്നേക്കാൻ കഴിയുക, എന്നാലും ഒരു അടുക്കും ചിട്ടയും നമുക്ക് അവധിക്കാലം വെറുതെ അങ്ങനെ ചിലവഴിച്ചിട്ട് കാര്യമില്ല. അതിനൊരു കുറച്ചൊക്കെ ലേണിംഗ് പ്രോസസ്സ് നമുക്ക് ആവശ്യമാണ്. ഈ 2 മാസം കൊണ്ട് കുറച്ചൊക്കെ പഠിച്ചെടുക്കാൻ, ഒന്ന് സൈക്കിൾ ചവിട്ടാനാവാം, അല്ലെങ്കിൽ ഒരു നീന്തൽ പഠിക്കുന്നതാവാം, അന്നേരം എന്തെങ്കിലും ഒരു സ്കിൽസ്, അല്ലെങ്കിൽ ഏതെങ്കിലും വാദ്യോപകരണങ്ങൾ പഠിക്കുന്നതാവാം, എന്തെങ്കിലും. അന്നേരം അതിനൊക്കെ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ പുസ്തക വായനയിൽ ചിലവഴിക്കും, അല്ലെങ്കിൽ അന്നത്തെ പത്രങ്ങളെല്ലാം നോക്കും. അങ്ങനെ ഒരു ടൈം ടേബിൾ നമുക്ക് അത്യാവശ്യമാണ്. ആ ടൈം ടേബിൾ കുട്ടികൾ തന്നെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഒന്ന് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ പറയാറുണ്ട്, ഈ പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു സൗന്ദര്യമുണ്ട് അല്ലേ, അവിടെ എല്ലാം സിമെട്രിക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ മറു സൈഡിൽ എല്ലാം സിമെട്രിക്കാണ്. പക്ഷേ നമ്മളൊരു കാട്ടിലോ ഒരു ഫോറസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഒന്നും സിമെട്രിക്കല്ല, പല മരങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ കാടിനും ഉണ്ട് ഒരു സൗന്ദര്യം, പാർക്കിനും ഉണ്ട് ഒരു സൗന്ദര്യം. അന്നേരം എല്ലാം ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നത് മാത്രമല്ല, അല്പം ഡിസോർഡറൊക്കെ അതിനും ഒരു ഹാപ്പിനെസ് ഉണ്ട്. അന്നേരം ഈ അവധിക്കാലം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ ഡിസിപ്ലിനോടുകൂടി ജീവിക്കേണ്ട ഒരു കാര്യമല്ല. 2 മാസം അല്പം ഒന്ന് റിലാക്സ് ചെയ്യാനും ടെൻഷനൊക്കെ മാറി അമ്മയോടും അച്ഛനോടും ഒപ്പമൊക്കെ കൂടെ ഇരുന്ന് അവരുടെ സന്തോഷത്തിലും ദുഃഖങ്ങളിലും ഒക്കെ പങ്കുചേരാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരം. അന്നേരം ജോ പറഞ്ഞതുപോലെ വീട്ടിലൊരു ടൈം ടേബിൾ വേണം, പക്ഷേ മറ്റേ റിജിഡായിട്ടുള്ളതായിരിക്കും, അല്ല ഒരു ഫ്ലെക്സിബിളായിട്ട് അത് കുട്ടികൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻഫോർമൽ ടൈം ടേബിൾ ഉള്ളത് നല്ലത്. യെസ്, കുട്ടികളത് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന മാതാപിതാക്കളുടെയും സഹായത്തോടു കൂടെ തന്നെ അവർക്ക് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. സാറ് പറഞ്ഞ പോലെ നമുക്കൊരു അവധിയാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കാത്തല്ല, പക്ഷെ നമുക്ക് കുറച്ച് ലേണിംഗ് ഈ ഒരു സമയത്ത് നമുക്ക്
നടത്താം, ആ ഒരു ടൈമിനെ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതുപോലെ അവധിക്കാലത്തെ ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം നമ്മൾ സാധാരണ സ്കൂൾ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം പണ്ട് ഇതായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അവധിയിലെ ഒരു ഓർമ്മകൾ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഒന്നും പറയാനുണ്ടായിരിക്കത്തില്ല, ചിലർക്ക് ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കറിയാം ഈ ഒരു സമയം നമുക്ക് ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയെന്ന് ആത്മവിശ്വാസത്തോടു കൂടെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്ന് ആത്മവിശ്വാസത്തോടു കൂടെ പറയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കേൾക്കാനും അറിയാനും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റേഴ്സ് ഈവൻറ്റ്സ് ആൻഡ് ട്രെയിനിങ്സ്. സാർ, നമ്മൾ അവധിക്കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവധിക്കാലത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട, ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ അവധിക്കാലത്ത് നമുക്ക് ടൈം ടേബിൾ വേണോ എന്നുള്ള ചോദ്യത്തിൽ സാറ് പറഞ്ഞു യെസ്, നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്കാവാം. അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനായിട്ട് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനായിട്ടൊക്കെ ഈ ഒരു അവധിക്കാലം നമുക്ക് ഉപകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ചില സംഗതികളിൽ നിന്ന് കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 2 മാസത്തേക്ക് മാത്രം ചിലപ്പം ഡ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വയലിൻ ആയിരിക്കും, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും, ചിലയിടത്ത് പാട്ടായിരിക്കും, അങ്ങനെ. പക്ഷേ ഈ 2 മാസം കഴിയുമ്പം അത് ഫോളോ അപ്പ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവരുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തോട് മാതാപിതാക്കളോട് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? പലപ്പോഴും ഈ അവധിക്കാലത്ത് കുട്ടികളെ ഏതെങ്കിലും ഒരു ക്യാമ്പിന് പങ്കെടുപ്പിക്കുക, ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന അത് പഠിപ്പിക്കുക, ഇതിനെല്ലാം മാതാപിതാക്കൾ കുട്ടികളെ വിടാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരു മേഖലയാണോ കുട്ടികൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട. ക്യാമ്പിനൊക്കെ ഒരിക്കലും നിർബന്ധിച്ച് വിടരുത്. കുട്ടികൾക്ക് താല്പര്യമുള്ള അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താനായിട്ട് സഹായിക്കുന്ന ക്യാമ്പിലൊക്കെ പങ്കെടുപ്പിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ, ഇപ്പോൾ തബല വായിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് വയലിൽ ആണ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഗിറ്റാറാണ് ഇച്ചിരൂടെ ഫാഷൻ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അത് പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. കാര്യം കുട്ടികളുടെ ടാലൻ്റ് എന്താണ്, കഴിവെന്താണെന്ന് മനസ്സിലാക്കി അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരു ഫാഷൻ പോലെ 1 മാസം പഠിച്ചു, അവധിക്കാലത്ത് ഒന്ന് പഠിച്ച് മാറുകയല്ല. കണ്ടിന്യൂസ് ആയിട്ട് അതൊരു അവധിക്കാലം കഴിഞ്ഞാണെങ്കിലും വീണ്ടും അത് പഠിച്ച് ആ സ്കില്ലിൽ എക്സ്പേർട്ട് ആകാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ എക്സലൻ്റ് ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ ഏറ്റവും എക്സലൻ്റ് ആകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്നേരം എൻ്റെ മകൾക്ക് ഈ മേഖലയിൽ പ്രത്യേക കഴിവുണ്ട്, അവൻ നന്നായിട്ട് സൈക്ലിങ് താല്പര്യമുള്ള ആണ്, അല്ലെങ്കിൽ അവന് ക്രിയേറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക്സ് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്, ആ റോബോട്ടിക് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവന് താല്പര്യമുണ്ടെങ്കിൽ ആ മേഖലയിൽ അവനെ വളർത്തുകയും അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ട. ജോ പറഞ്ഞതുപോലെ ഒരു പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും 2 മാസം കൊണ്ടാക്കുന്നതിന് പകരം അവൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണ് മനസ്സിലാക്കി അത് നിരന്തരം അവധിക്കാലം കഴിഞ്ഞ് തുടർച്ചയായിട്ട് പഠിക്കുകയും അതിനുള്ള പ്രോത്സാഹനം മാതാപിതാക്കൾ കൊടുക്കണം. കുട്ടികളും എന്തെങ്കിലും ഒരു സ്കില്ല് ഞാൻ ഈ അവധിക്കാലത്ത് കരസ്ഥമാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ എക്സ്പെർട്ടാകാനായിട്ട് ശ്രമിക്കും എന്നൊരു തീരുമാനം കൂടെ കുട്ടികളും എടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കേൾക്കുന്ന മാതാപിതാക്കളും കുട്ടികളും ഇത് നോക്കിയിട്ടുണ്ട്, ആ ഒരു പോയിന്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നമ്മൾ ഈ അവധിക്കാലം അടിപൊളിയാക്കാനായിട്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാക്കാനായിട്ട് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കേൾക്കാനും അറിയാനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര
89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ പാഷൻ എന്താണെന്ന് അറിഞ്ഞാൽ അതിനെ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഉയരയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ വേരിനെ നമ്മൾ ദൃഢപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അവധിക്കാലം എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും. അവിടെ പോകണോ, ഇത് ചെയ്യണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനഫിഷ്യൽ ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റേഴ്സ് ഈവൻറ്റ്സ് ആൻഡ് ട്രെയിനിങ്സ്. സാർ, നമ്മൾ അവധിക്കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവധിക്കാലം എങ്ങനെ അടിപൊളിയാക്കി മാറ്റാം, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്കതിനെ യൂസ്ഫുൾ ആക്കി മാറ്റാം എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിൽ ചില സ്കിൽസ് ഈ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അപ്പം കുട്ടികൾക്ക് വേണ്ട ചില സ്കിൽ, ഇപ്പോൾ ഒരെണ്ണം സാറ് പറഞ്ഞു, കുട്ടികൾ പാചകം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം, അവരിൽ ആ ഒരു പ്രേരണ ഇപ്പോഴേ ജനിപ്പിക്കണം എന്നുള്ളത് സാറ് പറഞ്ഞു. ഇപ്പം ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ മാതാപിതാക്കൾ മനഃപൂർവ്വമായിട്ടും കുട്ടികളിൽ ഏതൊക്കെ സ്കിൽസാണ് ഈ അവധിക്കാലത്ത് വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്? ജോ, ഈ വിഷയം, ഈ ചോദ്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു വേരുകൾ എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് വേരുകളും ചിറകുകളും നൽകുക എന്നുള്ളത്. വേരുകൾ എന്ന് പറയുന്നത് മൂല്യബോധം ഉള്ള കുട്ടികളാകുക, അതോടൊപ്പം ഫ്രീഡം ടു ഫ്ലൈ, അവർക്ക് പറക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളത്. അന്നേരം ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്കില്ല് ജോ ഒന്ന് പറഞ്ഞത് പാചകം പോലെ തന്നെ കുട്ടികളിൽ ഒരു വായനയോടുള്ള ഒരു താല്പര്യം. ഇന്ന് കുട്ടികൾക്ക് ഫുൾ ടൈം മൊബൈൽ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കുട്ടികൾക്ക് ഇനി അസാധ്യമാണ്. മൊബൈൽ ഉപയോഗിക്കരുതെന്ന് നമ്മൾ കുട്ടികളോട് പറയാൻ ഇടയാവരുത്. ഉപയോഗിക്കട്ടെ, പക്ഷേ അത് വേണ്ട കാര്യത്തിൽ. ഇപ്പം നമുക്ക് എല്ലാ കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമുക്ക് ഏത് കാര്യവും മൊബൈലിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. അന്നേരം മൊബൈൽ ഉപയോഗിക്കട്ടെ, നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പക്ഷേ അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് മാതാപിതാക്കൾ അവരെ പ്രേരിപ്പിക്കണം. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് മാതാപിതാക്കളും അവരോടൊപ്പം ഇരിക്കണം. അവർ കാണുന്ന സൈറ്റ് എന്താണെന്ന് അവർ ഒബ്സർവ് ചെയ്യണം. അത് പുതിയ ടെക്നോളജിയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ മൊബൈലിൻ്റെ സാധ്യതകൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, വായന പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം തന്നെ സർഗ്ഗവാസനകൾ വളർത്താനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുക. ഈ കൃഷിയോടൊരു താല്പര്യം, നമുക്കൊരു ആ ഒരു സെഗ്മെൻറ്റ്, ഒരു സെക്കൻഡറി ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. കൃഷിക്കാർ, അഗ്രികൾച്ചർ, ആ മേഖല. പക്ഷെ അത് ഒരു മാന്യമായ ഒരു പ്രൊഫഷനാണെന്നും, ഒരു തുണ്ട് ഭൂമി പോലും അനാവശ്യമായിട്ട് വേസ്റ്റാക്കാതെ അതിനകത്തുനിന്നൊരു പ്രൊഡക്റ്റ്, അതിനകത്തുനിന്ന് പണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അന്നേരം കൃഷിയോടൊരു ചെറുപ്പത്തിലെ കുട്ടികൾക്ക് താല്പര്യം വരുത്തുക. അതുപോലെ തന്നെ കായിക വിനോദങ്ങൾ അതിൽ ഏർപ്പെടുകാനായിട്ട്, അത് സൈക്ലിങ്, അല്ലെ നീന്തൽ, പിന്നെ സ്വയം പ്രതിരോധമായിട്ടുള്ള കരാട്ടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എനിക്കൊന്നത് ഇങ്ങനെ ഒരു കുട്ടി വിചാരിക്കണം, ഞാൻ ഈ അവധി കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 10 ന്യൂ സ്കിൽസ്, അല്ലെ എനിക്കൊരു പുതിയ ഭാഷ അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ പണിയാൻ വരുന്നവരൊക്കെ ഹിന്ദി സംസാരിക്കുന്ന, അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയും. അറ്റ്ലീസ്റ്റ് അവരോട് സംസാരിക്കാനെങ്കിലും ഹിന്ദിയിലെ കുറച്ച് വാക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ, അല്ലെ ഒരു പുതിയ ഭാഷ, തമിഴിൻ്റെ കുറച്ച് കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന്, ഒരു കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർന്ന് ഞാൻ ഒരു ഇന്ന സ്കില്ല് പഠിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് ഉണ്ടാകണം. ആ സ്കില്ല് പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുകയല്ല, അവരെ അതിനകത്ത് പ്രോത്സാഹിപ്പിച്ച് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. കുട്ടികളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ മാതാപിതാക്കൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഈ അവധിക്കാലം കുട്ടികളുടെ ജീവിതത്തിൽ, നമ്മളൊക്കെ വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ അവധിക്കാലം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ അമ്മ വീട്ടിൽ പോകുന്നതും അച്ഛൻ്റെ വീട്ടിൽ പോകുന്നതും എല്ലാവരും ഒന്നിച്ച് കളിക്കുന്നതും ചില കാര്യം സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നതും ഒക്കെ നമ്മൾ ലേൺ ചെയ്ത പോലെ ഈ അവധിക്കാലത്ത് കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കണം. അതിന് മാതാപിതാക്കളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. സമൂഹവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. സംഘടനകളും ഒക്കെ, പല സംഘടനകളും, പ്രത്യേകിച്ച് ജൂനിയർ ചേംബറിൻ്റെ പല ക്യാമ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബിൻ്റെ, ഓയിസ്ക പരിസ്ഥിതി സംഘടന, ഇങ്ങനെയുള്ള ഒത്തിരി സംഘടനകളൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ അതിനകത്തൊക്കെ പങ്കുചേരുകയും കുട്ടികളിൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള
പലപ്പോഴും കുട്ടികൾക്ക് മറ്റ് ആളുകളോട് എങ്ങനെ സംസാരിക്കണം, ഇടപെടണം, ഒരു കോൺഫിഡൻസോടുകൂടി ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട്. അവർക്ക് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ക്യാമ്പിലും ക്ലാസ്സുകളിലും ഒക്കെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളർത്താനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അവധിക്കാലമാവട്ടെ എല്ലാ കുട്ടികൾക്കും എന്ന് ആശംസിക്കുന്നു. സർഗക്ഷേത്ര ഇങ്ങനെ പല വിഷയങ്ങളും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അവധിക്കാലത്ത് കുട്ടികൾ ഏറ്റവും സർഗാത്മകമായിട്ട് വളരണം എന്നാഗ്രഹിച്ച് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തതിന് സർഗക്ഷേത്രയിലെ അധികാരികളോടുള്ള പ്രത്യേക അഭിനന്ദനവും ഈ കൂട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ സാർ, അപ്പം എന്തായാലും സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ഇപ്പം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ആ ഒരു സ്കിൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ മാതാപിതാക്കളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ കേട്ടറിയാം നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമുക്കൊരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഭാവി ഈ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. അതിന് തൊട്ട് പിന്നിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ബാല്യം ഏറ്റവും അടിപൊളിയാക്കുക, ഏറ്റവും രസകരമാക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം മാതാപിതാക്കൾക്കുള്ളതാണ്. ഇപ്പം അതിന് മാതാപിതാക്കൾ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി അവധിക്കാലത്ത് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരതിനെ ഭയങ്കരമായിട്ട് അവർക്ക് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് കൊടുക്കാനായിട്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ഉയരലൂടെ. നമ്മൾ അവധിക്കാലം എങ്ങനെ ക്രിയാത്മകമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റേഴ്സ് ഈവൻറ്റ്സ് ആൻഡ് ട്രെയിനിങ്സ്. സാർ, മാതാപിതാക്കൾ മനഃപൂർവ്വമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം നമ്മൾ ചില സമയങ്ങളിൽ കുട്ടികൾ പറയുന്നേക്കാം, അച്ഛനും അമ്മയ്ക്ക് സമയമില്ല, അല്ലെങ്കിൽ അവർ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് ചില ഷോർട്ട് ഫിലിംസിലൂടെയും അല്ലെങ്കിൽ ചെറിയ കഥകളിലൂടെയും കുട്ടികളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾ എന്താണ് മനഃപൂർവ്വമായിട്ട് ഈ ഒരു അവധിക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ? ജോ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവിടെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഈ സ്കൂൾ പഠിക്കുന്ന സമയത്തും അധ്യാപകരാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഈ അവധിക്കാലത്ത് അവരുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾ. മാതാപിതാക്കൾ ഈ അവധിക്കാലത്ത് അവരുടെ ചില സമയങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നൊരു തീരുമാനമെടുക്കുക. ആ സമയത്ത് വലിയ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ബിസിനസ് യാത്രകളൊക്കെ ഫിക്സ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. ഈ 2 മാസം എൻ്റെ മകൻ അല്ല എൻ്റെ മകളെ മോൾഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരവസരമാണ്. ആ സമയം അവരോടൊപ്പം ക്വാളിറ്റി ടൈം, കുറച്ച് സമയം അവരോടൊപ്പം ഇരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവരുടെ കൊച്ചു തമാശകളൊക്കെ ആസ്വദിക്കുക, അവരുമായിട്ട് ഒന്നിച്ചൊരു യാത്ര പോവുക. അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്കായിരിക്കില്ല ചിലപ്പോൾ കുട്ടികൾക്ക് പോകാനിഷ്ടം. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ആ സമയത്ത് ഒരു സ്ട്രിക്റ്റ് രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കരുത് കുട്ടികളോട് കാണിക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു നാളെ 9 മണിക്ക് നമ്മളെല്ലാവരും കൂടെ 2 ദിവസം ഒരു ടൂർ ഹൈ റേഞ്ചിന് പോകുന്നു. 9 കുട്ടികൾ ഒരുങ്ങിയില്ല. അവരെ വഴക്ക് പറഞ്ഞിട്ട് 9 ആയില്ല ഇപ്പോഴേ പോകണ്ട, വേണ്ട, റിലാക്സ് ചെയ്തിട്ട് അവർ 10 മിനിറ്റ് താമസിച്ചോട്ടെ, 1 മണിക്കൂർ താമസിച്ചോട്ടെ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം ഈ യാത്രയിലൂടെ ഈ ഫാമിലിയുടെ ബോണ്ടിങ് വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇരിക്കണം നമ്മുടെ മനസ്സിൽ. അല്ലാതെ ആ സമയത്ത് കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമമായിരിക്കരുത് നമുക്ക്. അന്നേരം കുട്ടികളെ നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് അവധിക്കാലം. അന്നേരം ആ അവധിക്കാലത്ത് നമ്മൾ കൂടുതൽ സമയം കുട്ടികളോടൊപ്പം ആയിരിക്കാനായിട്ട് ശ്രമിക്കണം. ഒരുപക്ഷേ ജോലിയിൽ പോകുന്ന മാതാപിതാക്കൾക്ക് ആ സമയത്ത് കുട്ടികളോടൊപ്പം ആയിരിക്കാൻ കഴിയില്ലെങ്കിൽ നല്ല ക്യാമ്പ് സെൻറ്ററുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ കംഫർട്ടബിളായിട്ട് വളരെ ഡിസിപ്ലിനോടുകൂടി ചെയ്യുന്ന ക്യാമ്പ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് ആക്കുകയും അല്ലാത്ത സമയങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട്
നമ്മൾ അവരുടെ മുന്നിലിരിക്കുമ്പോഴത്തേക്ക് 100 ഫോൺ വിളിക്കുന്നു, ബിസിനസ് കാര്യങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നതില്ല. അൺകണ്ടീഷണായിട്ട് അവരോടൊപ്പം ഇരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ വർക്കുകളൊക്കെ പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ അടുക്കളയിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ പേരൻസ് ചെയ്യുന്ന ഏതെങ്കിലും വർക്കിലാണെങ്കിൽ ഇവരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. ചെറിയ ചെറിയ സ്കില്ലുകൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഫീസ് കെട്ടാൻ അറിയാത്ത ചില കുട്ടികളെ ഫീസ് കെട്ടാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ബൾബ് ഫീസായി പോയാൽ അത് മാറിയിടുന്നത് എങ്ങനെയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പൈപ്പ് പൊട്ടിപ്പോയി ഒരു പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഫസ്റ്റ് എയ്ഡ്, ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കൈയൊന്ന് മുറിഞ്ഞു, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കുട്ടികളെ അങ്ങനെ ഡെയിലി ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. അതുകൊണ്ട് കുറച്ച് ക്ഷമയൊക്കെ ഈ അവധിക്കാലത്ത് മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. കുട്ടികൾ ചിലപ്പോൾ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇരിക്കുന്ന വീടുകൾ ചിലപ്പോൾ അല്പം ഒന്ന് അലങ്കോലപ്പെടുത്തിയെന്നിരിക്കാം. ചിലപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അകത്തൂടെ കളി ഓടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഇച്ചിരി മാറ്റമൊക്കെ വന്നെന്നിരിക്കാം. പക്ഷെ അതൊക്കെ ക്ഷമയോടുകൂടി സഹിച്ച് എൻ്റെ മോൻ മകൾ അവർക്ക് ഈ കുട്ടിക്കാലം ഏറ്റവും ആസ്വാദ്യകരമായിട്ട് ആകാനായിട്ട് ശ്രമിക്കുക. കുട്ടികളെ ഒരു 10 അടി ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവർ 100 അടി ചേർന്ന് നിൽക്കും. കുട്ടികളെ ഒരു 10 അടി അകലത്ത് നിൽക്കുകയാണെങ്കിൽ അവർ 100 അടി അകലത്തിൽ മാറി നിൽക്കും. അതുകൊണ്ട് എത്രമാത്രം നമ്മളവരെ ചേർത്ത് നിർത്തുന്നോ അവൻ്റെ ഇരട്ടിയിൽ സ്നേഹത്തോടു കൂടി അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും. പക്ഷേ അവരെ നമ്മൾ അല്പം അകന്ന് നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അകലത്തിൽ അവർ മാറി നിൽക്കും. അതുകൊണ്ട് ചേർത്ത് നിർത്താൻ കൂടെ ആയിരിക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. യെസ്, മാതാപിതാക്കൾ മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതിന് കൂടാനായിട്ടുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുക. അത് എങ്ങനെയൊക്കെ ഒരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരെ കൂട്ടത്തിലാക്കാം എന്നുള്ള കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ അവധിക്കാലത്തെക്കുറിച്ച്. വെറുതെ ഒരു 2 മാസമല്ല ഈ അവധിക്കാലം. അതിനെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റേഴ്സ് ഇവന്റ്സ് ആൻഡ് ട്രെയിനിങ്. തോമസ് സാർ, നമ്മൾ ഈ അവധിക്കാലത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികളുടെ അവധിക്കാലത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഞാനൊക്കെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം അവധിക്കാലമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഒപ്പിക്കാനായിട്ട് നമ്മൾ പല വിധമായിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ നടത്തുന്നു. യൂട്യൂബിൽ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ വെബ്സൈറ്റിൽ നോക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം നമുക്ക് പലപ്പോഴും അറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് അത് ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. പക്ഷേ അവധിക്കാലം ആകുമ്പോൾ പല കുട്ടികളും ചിലവരൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. അപ്പം ഈ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു അവധിക്കാലത്ത് നമുക്കൊരു മണി മേക്കിംഗ് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? കുറേ പേര് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതിന് ചിലവർ വ്യത്യസ്തമായുള്ള വഴികളിലൂടെ പോയി അവരുടെ ലൈഫ് തന്നെ സ്പോയിലായി മാറാം. പക്ഷേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് നമുക്കൊരു പോക്കറ്റ് മണിയൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ പറ്റുമോ നമുക്ക് കുട്ടികൾക്ക്? ജോ പറഞ്ഞ ശരിയാണ്. നമ്മൾ വിദേശത്ത് പോകുന്ന കുട്ടികൾ അവർ അവിടെ പഠിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് ചെറിയ പാർട്ട് ടൈം വർക്ക് ചെയ്തതാണ്. പക്ഷേ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. പക്ഷെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അന്നേരം ഈ പ്രയാസം അറിയുള്ളൂ. അന്നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ 10 രൂപ ചിലവഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ ചിലവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇത് നമുക്ക് അതാണ്. മറ്റുള്ള മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയുള്ള പൈസ ചിലവാക്കുന്നതും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ ചിലവാക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. അന്നേരം ആ ഒരു ഇത് കുട്ടികൾ നേടിയെടുക്കണം. മാതാപിതാക്കൾ ഈ കാര്യത്തിൽ സഹായിക്കണം. കാര്യം ചെറിയ പൈസ അവർക്ക് കൊടുക്കണം. ഇന്ന് ഈ നമ്മുടെ വീട്ടിലെ എല്ലാ ചെടിച്ചട്ടി ഒന്ന് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നിനക്ക് ഇത്ര പൈസ ഞാൻ തരാം, ഇത്ര രൂപ തരാം. അല്ല ഈ ഭിത്തി ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് തരാം. അന്നേരം ചെറിയ ചെറിയ വർക്കുകൾ അത് നമ്മൾ കുട്ടികളെ ബേർഡനല്ല, അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ചിന്ത
വളർത്തുന്നത് നല്ലതാണ്. അന്നേരം ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക. ഇപ്പം ഞാനൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നതാണ്. പലപ്പോഴും കോളേജിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും പാർട്ട് ടൈമായിട്ട് പല ജോലികളിൽ വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരേത് കാര്യത്തിനാണെങ്കിലും വളരെ സമർത്ഥരായിട്ട് നമുക്ക് മാറുന്നത്. അന്നേരം പഠനത്തോടൊപ്പം പഠനം മാത്രമല്ല, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ചെറിയ ചെറിയ ജോലികളിലൊക്കെ ഏർപ്പെടുന്നത് നല്ലതാണ്. അതിന് പറ്റിയത് ഇപ്പം ജോ പറഞ്ഞതുപോലെ യൂട്യൂബിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആ രീതിയിൽ ചിലപ്പോൾ ഒന്നും സാധിച്ചെന്ന് വരികയല്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡ്രീം, ഞാൻ ഈ അവധി കഴിഞ്ഞ് പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് ഇന്ന സാധനം വാങ്ങാനായിട്ടുള്ള പണം ഞാൻ ഏതെങ്കിലും തരത്തിൽ നല്ല കാര്യങ്ങളിലൂടെ ജോലി ചെയ്ത് ഞാൻ സമ്പാദിക്കും എന്നൊരു തീരുമാനം എടുക്കുക. ചിലരൊക്കെ ചില ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ ബോക്സുകൾ അല്ലെങ്കിൽ ചില ഡെക്കറേഷൻ ഐറ്റംസ്, അതെന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടികൾ തന്നെ കണ്ടെത്തി അവരുടെ സ്കില്ലനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. അന്നേരം എന്താണെങ്കിലും ആ കുട്ടികളൊരു പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഈ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ആഗ്രഹമുണ്ട് അവർക്ക്. അവർ ആക്ച്വലി ഓക്കെയാണ്. പക്ഷെ അത് നമ്മൾ ആ ഒരു കൾച്ചർ നമുക്കിവിടെയും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളത് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അപ്പം മാതാപിതാക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഉച്ചവരെ പഠിച്ചു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഏതെങ്കിലും ടൈം നമുക്ക് ഷെഡ്യൂൾ മാറിയിട്ടുണ്ട്. അത് വലിയ കുട്ടികൾക്ക് മാത്രമല്ല, കൊച്ചു കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിൽ ചെറിയ പേപ്പർ കവർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആവട്ടെ, പേപ്പർ പെൻ ഉണ്ടാക്കാം അല്ലേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കുട്ടികളോടും മാതാപിതാക്കളോടും കൂടെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവധിക്കാലം എങ്ങനെ ക്രിയാത്മകമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് AP തോമസ്, JCA നാഷണൽ ട്രെയിനർ, ഡയറക്ടർ ഓഫ് ഡ്രീം സെറ്റേഴ്സ് ഇവന്റ്സ് ആൻഡ് ട്രെയിനിങ്സ്. സാർ, നമ്മൾ അവധിക്കാലം എങ്ങനെ നമുക്കത് ക്രിയേറ്റീവ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ഏറ്റവും മെമ്മറബിൾ ആക്കാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. സാർ, അതിനുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒന്ന് കാലചക്രം എടുത്ത് ഒന്ന് പിന്നോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു നിമിഷം ആലോചിക്കാം. നമുക്ക് വർക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവധിയില്ല, 2 മാസത്തെ അവധിയില്ല. നമ്മൾ ഈ ഒരു സമയം, ഇപ്പം അവധിക്കാലം എന്ന് പറയുന്നത് എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിനെ ഏറ്റവും മനോഹരമാക്കി എങ്ങനെ ഒക്കെ മനോഹരമാക്കാം എന്നുള്ളത് സാറ് പറഞ്ഞു തന്നു. അപ്പം അതൊക്കെ ഒന്നും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു കൊതി പെട്ടെന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി സാറിന് നമ്മുടെ ശ്രോതാക്കളോട് അവസാനമായിട്ട് എന്താണ് പറയാനായിട്ടുള്ളത്? ഓക്കെ, ഒന്ന്, നമുക്ക് പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ അവധിക്കാലമാണ്. നമ്മൾ ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അവധിക്കാലം കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചതും ഒക്കെ ആയിരിക്കും അവിടെ. നമ്മുടെ കുട്ടികളും ഒരു പ്രായമായി കഴിയുമ്പോൾ അവരുടെ അവധിക്കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു നല്ല ഓർമ്മകൾ, സ്കൂളിനേക്കായാലും ടൈറ്റായിട്ടുള്ള സിലബസും ടൈറ്റായിട്ടുള്ള ടൈം ടേബിളും, ഇപ്പം പല കുട്ടികൾക്കും സമയമില്ല. അതിനേക്കാളും സ്കൂളിൽ പോകുന്നതിനേക്കാളും ടൈറ്റാണ് ഓരോ പ്രോഗ്രാം. രാവിലെ ഇന്ന പ്രോഗ്രാം അങ്ങനെയുള്ളൊരു ടൈറ്റായിട്ടുള്ളൊരു ഷെഡ്യൂൾ കൊടുക്കാതെ അവർക്ക് നല്ല റിലാക്സ് ചെയ്ത് ഒരു സന്തോഷിക്കാനായിട്ടുള്ളൊരു അവസ്ഥ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. അതിനുള്ള സിസ്റ്റം, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ചിലപ്പോൾ കളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീണെന്നിരിക്കാം, ചിലപ്പോൾ മുട്ടുപൊട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് കളിക്കരുതെന്നല്ല, ആ റിസ്ക്കൊക്കെ എടുക്കാനായിട്ട് തയ്യാറാകണം. അങ്ങനെ കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിക്കണം. നമുക്ക്
ഞാൻ വളരെ കംഫർട്ടായിരുന്നു. ജോ വളരെ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. കാര്യം ജോയിലൂടെ തന്നെ നല്ല ചിന്തകളും പങ്കുവച്ചു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾക്ക് എന്നിലൂടെ മാത്രമല്ല നമ്മുടെ സർക്കസ് ക്ഷേത്രയുടെ RJ ജോയിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ സാറ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ കുട്ടികളിൽ റെസ്പോൺസിബിലിറ്റീസ് വളർത്താനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ വളർത്തിയെടുക്കേണ്ട ചില സ്കിൽസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്കിൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഈ ഒരു അവധിക്കാലം സാർ പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിൽ ചെന്നേടാ നിന്റെ അവധി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എടാ അടിപൊളിയായിരുന്നടാ ഞാനും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാനായിട്ട് പറയും വിധമാക്കി മാറ്റാം. അതിന് കുട്ടികളും മാതാപിതാക്കളും ഒരുങ്ങാം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇന്നത്തെ ഉയരെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാർ താങ്ക് യു സോ മച്ച്. സാറും ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ ആ ഒരു അവധിക്കാലം പിറകോട്ട് വരുന്നെങ്കിൽ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് അനുഭവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് ഒന്ന് ചിന്ത പോകുന്ന വിധമായിരുന്നു സാറിൻ്റെ ആ ഓരോ വാക്കുകളും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞത്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഉയരെ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കറിയാം ഉയരയിലൂടെ. എല്ലാ ശനിയാഴ്ചയും ഈ സമയത്ത് തന്നെയാണ്. സോ ഇന്നത്തെ നമ്മുടെ ഉയരെ മാത്രമേ ഇവിടെ കഴിയുന്നുള്ളൂ. സോ ദിസ് ഈസ് RJ Jo signing off from ഉയരെ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.